ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിൻ്റെ ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിനുശേഷമുള്ള ആക്ടിവിറ്റീസുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, why does the author say that he had squeezed in 2 days? അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ നറേറ്റർ നമ്മളോട് പറയുന്നത് ദാറ്റ് ഹി ഹാഡ് സ്ക്വീസ്ഡ് ഇൻ 2 days, 2 ദിവസം കൊണ്ട് ചുരുക്കിയത് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്താണ്? The author says that he had squeezed in 2 days because he managed to fit a brief 2 days visit to the UAE into his travel schedule while returning from a trip to Oman to stay with his niece. അപ്പോൾ ഒരു ഒമാനിലേക്ക് പോകുന്ന വഴിക്ക് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഒരു UAE വിസിറ്റ് അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ he had squeezed in 2 days എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, why does the author say one feels a kind of heavenly bliss at these quiet beaches? അപ്പോൾ ഈ ശാന്തമായ ബീച്ചുകൾ കാണുമ്പോൾ വളരെ ഒരു പ്രത്യേകതരം ആനന്ദം, സന്തോഷം ഒരാൾക്ക് തോന്നും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ദി ഓഥർ സേസ് വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദിസ് ക്വയറ്റ് ബീച്ചസ് ടു ഡിസ്ക്രൈബ് ദ സെറീൻ ആൻഡ് പീസ്ഫുൾ എക്സ്പീരിയൻസ് ഹി ഹാഡ് വൈൽ വിസിറ്റിംഗ് ദ ബീച്ചസ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. ഈ ശാന്തവും സമാധാനപരമായ ആ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം ചില ബീച്ചുകൾ കാണാനിടയായി. ഡ്യൂറിങ് ഹിസ് ഡ്രൈവ് ഫ്രം റാസൽ ഖൈമ ടു അബുദാബി, റാസൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ബീച്ചസ് കണ്ടത്. അപ്പോൾ ഈ ബീച്ചസ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Why did the author have to satisfy himself with the photographs on the net? അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് തൽക്കാലം ഒതുങ്ങേണ്ടി വന്നത് എന്നാണ്. The author had to satisfy himself with the photographs on the net because tourists are not allowed inside Noor Abu Dhabi solar power plant. അപ്പോൾ ഇദ്ദേഹം ഇതിനിടയ്ക്ക് സോളാർ പവർ പ്ലാന്റ് കാണാൻ വേണ്ടി പോയി. പക്ഷേ അവിടെ ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇതിൻ്റെ ചിത്രങ്ങൾ, നെറ്റിലുള്ള ചിത്രങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. ദി ഓഥർ ഹാഡ് ടു സാറ്റിസ്ഫൈ വിത്ത് ദ ഫോട്ടോഗ്രാഫ്സ് ഓൺ ദ നെറ്റ് ബിക്കോസ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ് ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. സോ ഹി കുഡ് ഓൺലി വ്യൂ ഇറ്റ്സ് മാഗ്നിഫിഷൻസ് ത്രൂ ഓൺലൈൻ ഇമേജസ്. അപ്പോൾ ഈ നെറ്റിലുള്ള ഇമേജിലൂടെ മാത്രമേ അത് കാണാൻ കഴിഞ്ഞുള്ളൂ, ഈ നൂർ അബുദാബി സോളാർ പ്ലാന്റ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദി ഓഥർ മീൻ ബൈ എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്? അതായത് വേറെ ഏതോ ഒരു ലോകത്ത് എത്തുക എന്നുള്ള തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? By a feeling of being out of the world, the author means experiencing something extraordinary and surreal. അതായത് സാധാരണയിൽ കവിഞ്ഞ ഒരു അനുഭവം ഉണ്ടാവുക, ഒരു അസാധാരണമായ അനുഭവം, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. In this context, he refers to the dazzling lights and their reflections on the creek ഡ്യൂറിങ് എ ബോട്ട് റൈഡ്. അപ്പോൾ ഒരു ബോട്ട് യാത്രയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബർദുബായിൽ വെച്ചിട്ട് നടത്തിയ ഒരു ബോട്ട് യാത്രയിലും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഈ ജലത്തിൽ കാണുന്നത് ഒക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു എന്ന് പറയുകയാണ്. വിച്ച് ക്രിയേറ്റഡ് ആൻ അതർ വേൾഡ്ലി ആൻഡ് എൻചാൻഡിങ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെ ആയിരുന്നു. വൈ ഡിഡ് ദി ഓഥർ തിങ്ക് ഹി വാസ് അൺലക്കി ഇൻ ഹിസ് വിസിറ്റ് ടു ലാവർ മ്യൂസിയം? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മ്യൂസിയം, ലോറെ മ്യൂസിയത്തിൽ അദ്ദേഹം ഒരു ഭാഗ്യമില്ലാതായി പോയി എന്ന് പറയാനുള്ള കാരണം എന്താണ്? The author thought he was unlucky in his visit to the Louvre Museum because
ഹി കുഡ് ഓൺലി സ്പെൻഡ് ഹാഫ് എ ഡേ ദർ. ഒരു ദിവസം പകുതി മാത്രമേ അവിടെ ചെലവഴിക്കാൻ സമയം കിട്ടിയുള്ളൂ. ആ സമയം കൊണ്ട് ഈ മ്യൂസിയത്തിൻ്റെ എല്ലാ കാഴ്ചകളും കാണാനുള്ള ഒരു സമയം തികയാതെ വന്നു. ഹി ഫെൽറ്റ് ദാറ്റ് ദിസ് ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം വാസ് ഇൻസഫിഷ്യൻറ്റ്. അത് ആവശ്യത്തിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഫുള്ളി അപ്രീഷിയേറ്റ് ദി മ്യൂസിയംസ് വാസ്റ്റ് ആൻഡ് ഫാസിനേറ്റിംഗ് കളക്ഷൻ. അവിടെയുള്ള മുഴുവൻ കളക്ഷൻസും കാണാനുള്ള ഒരു സമയം കിട്ടിയില്ല. ആൻഡ് ഹി വിഷ്ഡ് ഹി കുഡ് ഹാവ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക് എക്സ്പ്ലോറിങ് ഇത്. അപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം അവിടെ കാഴ്ചകൾ കാണാനുണ്ട്. ആകെ ഒരു ദിവസം പകുതി ദിവസമാണ് കാണാൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി ഇതിന് ശേഷമുള്ള ചില ആക്ടിവിറ്റീസ് കൂടി നമുക്കൊന്ന് നോക്കാം. പിക്ക് ഔട്ട് സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ ഈ പാഠത്തിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനെ കുറിച്ചും ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത് ആ കാര്യം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിൽ ഈ രീതിയിൽ എഴുതാം. ബുർജ് ഖലീഫ, ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. അതാണ് ഇവിടെ കാണുന്ന ആദ്യത്തെ ചിത്രം. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. Climbing it all the way up would take you to the top of the world. Of course, I could not do it. എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാൽ ലോകം മുഴുവൻ കാണാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം ബോട്ട് ജേർണിയാണ്. ബർദുബായിൽ വെച്ചിട്ട് നടത്തിയ ആ ഒരു ബോട്ട് യാത്രയെക്കുറിച്ചാണ്. എ ബോട്ട് റൈഡ് അറ്റ് ബർദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ്, അതിന് ചുറ്റുമുള്ള ലൈറ്റിംഗ്, അതുപോലെ അതിൻ്റെ റിഫ്ലക്ഷൻ ഓൺ ദ ക്രീക്ക്, അതുപോലെ ഈ ജലത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഇനി മൂന്നാമത്തെ ചിത്രം നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിൻ്റെയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അറ്റ് സുയ്ഹാൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. അങ്ങോട്ടേക്കുള്ള ആ ഒരു എൻട്രൻസ് കയറുന്ന ഭാഗമാണ് കണ്ടത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ പ്ലാന്റ് ആണ്. പ്രൊഡ്യൂസിങ് സ്റ്റുപ്പൻറ്റുവസ് 1.2 ഗിഗാവാട്ട്സ് ഓഫ് പവർ. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. അപ്പോൾ സന്ദർശകരെ അനുവദിക്കുന്ന ഒരു സ്ഥലമല്ല, അകത്തേക്ക് പ്രവേശനം ഇല്ല. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് മാഗ്നിഫിഷ്യൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. അപ്പോൾ അകത്തേക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ചിത്രങ്ങൾ കണ്ട് തൃപ്തി അടയേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ദ പ്ലാന്റ് ഹാസ് ആൻ അമേസിംഗ് 3.2 മില്യൺ സോളാർ പാനൽസ്. അപ്പോൾ ഏകദേശം 3.2 മില്യൺ സോളാർ പാനലുകൾ ഈ ഒരു സൈറ്റിലുണ്ട്. ഐ വിഷ് ടൂറിസ്റ്റ് വെർ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ അതിനുള്ളിൽ പ്രവേശനമില്ലെങ്കിലും മുകളിൽ നിന്നുള്ള അതിൻ്റെ ഒരു വ്യൂ ഈ വരുന്ന ആളുകളെ കാണിച്ചു കൊടുത്താൽ നല്ലതായിരുന്നു എന്നൊക്കെ അദ്ദേഹം അഭിപ്രായം പറയുകയാണ്. ഇനി ഒരു അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ആക്ടിവിറ്റി ഒരു കോൺവെർസേഷനാണ്. സെറ ആൻഡ് മിരി, ഈ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോൺവെർസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മിഴി പറയുന്നത്? ഹേയ് സെറ, ഡു യു നോ ഹൗ ടു ഗെറ്റ് ടു യുവർ സ്കൂൾ ടൗൺ മോഡൽ സ്കൂൾ? എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നതെന്ന് അറിയാമോ? അപ്പോൾ സെറ പറയാണ്, യു ഹാവ് നെവർ ഗോൺ ടു സ്കൂൾ ഫ്രം ഹിയർ ഹാവ് യു? നീ അപ്പോൾ ഇവിടുന്ന് ഇതുവരെ സ്കൂളിലേക്ക് നടന്നു പോയിട്ടില്ലേ, അല്ലെങ്കിൽ യാത്ര ചെയ്തിട്ടില്ലേ? നെവർ. ഹൗ ഷുഡ് ഐ ഗെറ്റ് ദർ? ഓൺ ഫുട്ട് ഓർ ടേക്കിംഗ് ബസ്? എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തുക? നടന്നു പോകണോ അല്ലെങ്കിൽ ബസ്സിന് കയറണോ? വൈ ഡോണ്ട് യു വാക്ക്? ഇറ്റ്സ് ഫൺ. അപ്പോൾ സെറ പറയാണ് മിഴിയോട്, നടന്നു പോകുന്നതാണ് ഏറ്റവും ഭംഗി, അല്ലെങ്കിൽ ഏറ്റവും ആസാദ്യകരം. മിഴി പറയാണ്, കൂൾ. സോ ഹൗ ഡു വി ഗെറ്റ് ദർ? അപ്പോൾ എങ്ങനെയാണ് അവിടേക്ക് എത്തുക? അപ്പോൾ അതിൻ്റെ റൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ് സെറ. ഓൾ റൈറ്റ്, ലിസൺ, ദിസ് ലെയിൻ ജോയിൻസ് ബീച്ച് റോഡ്. അപ്പോൾ ഇവിടുന്ന് ഈ വഴി നേരെ പോകുന്നത് ബീച്ച് റോഡിലേക്കാണ്. ബീച്ച് റോഡിൽ നടക്കുക കുറച്ച് ദൂരം, ടിൽ യു കം ടു എ ബിഗ് ഗ്രീൻ സൈൻ ഫോർ തൂവൽ തീരം റോഡ്. അങ്ങനെ കുറച്ച് ദൂരം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്രീൻ സൈൻ ബോർഡ് കാണാം, ഒരു പച്ച ബോർഡ് കാണാം. അവിടെ തൂവൽ തീരം റോഡ് എന്ന് എഴുതിയിട്ടുണ്ട്.
അത്രയും ഭാഗം ക്ലിയർ ആണോ എന്ന് ചോദിക്കുകയാണ്. എവറിത്തിങ് ക്ലിയർ സോ ഫാർ? ഗോട്ട് ഇറ്റ്. ബീച്ച് റോഡ്, ഗ്രീൻ സൈൻ, തുവൽത്തീരം റോഡ്. എക്സാക്ട്ലി. ടേൺ ലെഫ്റ്റ്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക. കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 മീറ്റേഴ്സ്. 200 മീറ്റർ മുന്നോട്ട് പോവുക. അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് തിരിയുക. അംഗൻവാടി റോഡിലേക്ക് തിരിയുക. ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ്? വോക്ക് പാസ്റ്റ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക്. അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് പോസ്റ്റ് ഓഫീസും പാർക്കും ഒക്കെ കാണാം. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. ദാറ്റ് ഈസ് വണ്ടർഫുൾ. വാട്ട് കംസ് ആഫ്റ്റർ ദാറ്റ്? ടേൺ ലെഫ്റ്റ് ഇൻ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. കീപ് ഗോയിങ് സ്ട്രെയിറ്റ്. അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് പോവുക. അവിടുന്ന് നേരെ നടക്കുക. ഒരു 150 മീറ്റർ നടന്നു കഴിയുമ്പോൾ സ്കൂള് ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇനി വേറൊരു പ്രത്യേകതയും കൂടി ഇവിടെ സാറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദർ ഈസ് ആൻ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. ഇപ്പോൾ സ്കൂളിൻ്റെ നേരെ മുമ്പിൽ റോഡിൻ്റെ മറ്റേ ഭാഗത്തായിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പും കാണാം. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇവിടെ സാറ മിഴിക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ മിഴി തൻ്റെ യാത്ര ആരംഭിക്കുന്നത് ബീച്ച് റോഡ്, അവിടുന്ന് ഗ്രീൻ സിഗ്നൽ, അവിടുന്ന് തുവൽത്തീരം റോഡ്, അവിടുന്ന് വീണ്ടും തിരിഞ്ഞ് അംഗൻവാടി റോഡ്, അവിടുന്ന് ലെഫ്റ്റ് റെയിൽവേ സ്റ്റേഷൻ റോഡ്. അതിൻ്റെ മുന്നിലാണ് സ്കൂള്. ഓപ്പോസിറ്റ് ഐസ്ക്രീം ഷോപ്പ് കാണാം. അതുപോലെ ഈ അംഗൻവാടി റോഡിൻ്റെ സൈഡിലായിട്ട് പാർക്ക്, പോസ്റ്റ് ഓഫീസൊക്കെ കാണാം. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ മാത്രം നമുക്കൊന്ന് നോക്കാം. ടു റീച്ച് ടൗൺ മോഡൽ സ്കൂൾ, ഗോ സ്ട്രെയിറ്റ് അലോങ് ബീച്ച് റോഡ് ഫോർ 50 meters. You can spot a big green signboard indicating തുവൽത്തീരം റോഡ്. Go 200 meters along തുവൽത്തീരം road. Take a left turn to Anganwadi Road. Continue walking past the post office and the park. Take the first left turn onto railway station road. Walk straight ahead for 150 meters. You will find the school on your left. You won't miss it if you notice the ice cream shop across the road. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ചോദ്യത്തിലേക്ക് വരികയാണ്. Write a paragraph describing the way to your school from your home and share it with your friends. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു ചിത്രം വരച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി അടയാളപ്പെടുത്താം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതാം. അപ്പോൾ പാരഗ്രാഫിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ചില നിർദ്ദേശങ്ങൾ, ഡയറക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കൊരു പാരഗ്രാഫായിട്ട് ഇങ്ങനെ എഴുതാം. ഫ്രം മൈ ഹോം ഗെറ്റിംഗ് ടു സ്കൂൾ ഈസ് ക്വൈറ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ്. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ്. First, go along the street until you reach the traffic lights. Traffic lights എത്തുന്നത് വരെ മുന്നോട്ട് നടക്കുക. You will see a bank on the left. ഇടതുവശത്ത് ഒരു ബാങ്ക് കാണാം. Continue straight on for about 2 kilometers. അവിടുന്ന് 2 കിലോമീറ്റർ നടക്കുക. You will come to a cross road. ഒരു ക്രോസ് റോഡ് കിട്ടുന്നു. അവിടുന്ന് ലെഫ്റ്റ് തിരിയുക. Keep going along this road. Miss the first 2 turns. ആദ്യത്തെ 2 വഴിക്ക് തിരിയുന്നിടത്തേക്ക് പോകാതെ നേരെ പോവുക. When you reach the roundabout, തിരിയേണ്ട ഭാഗം എത്തുമ്പോൾ ആദ്യത്തെ തിരിയുന്ന അതിലൂടെ പോവുക, അല്ലെ ഫസ്റ്റ് എക്സിറ്റിലൂടെ പോവുക. കീപ് വാക്കിംഗ് ബിയോണ്ട് ദ പാർക്ക്, ദെൻ യു വിൽ കം ടു എ ജംഗ്ഷൻ. അങ്ങനെ പാർക്ക് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ജംഗ്ഷൻ കിട്ടും. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് വലത്തേക്ക് തിരിയുക. യു വിൽ സീ ദ സ്കൂൾ ഓൺ ദി അതർ സൈഡ് ഓഫ് ദ റോഡ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇറ്റ്സ് ആൻ ഈസി റൂട്ട് ആൻഡ് ഷുഡ് ടേക്ക് അറൌണ്ട് 15 minutes ഓൺ ഫുട്ട്. അപ്പോൾ ഇത് ആണ് റൂട്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് നടന്നാൽ നമുക്ക് അവിടെ എത്താൻ കഴിയും എന്നൊക്കെ പറയാം. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. യുവർ ഫ്രണ്ട് നെഹ്വ മറിയം ഫ്രം UAE decided to visit your home in Kerala. Here is a boarding pass of Nehwa Mariam who arrived at Cochin International Airport. അപ്പോൾ ഇവിടെ നെഹ്വ മറിയം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് UAE-യിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പ്ലെയിൻ ടിക്കറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചേഴ്സ് നെയിം, ബോർഡിംഗ്, എയർപോർട്ട്, ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ യാത്ര എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത് ആ സ്ഥലം, ഫ്ലൈറ്റ് നമ്പർ, അതുപോലെ സീറ്റ് നമ്പർ, ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു ബോർഡിംഗ് പാസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മുടെ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ലാൻഡിങ് നെഹ്വ മറിയം വാസ് ഗിവൺ എ ഫോം ടു ബി ഫിൽഡ് അപ്പ്. ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ഇറ്റ്. അങ്ങനെ ഒരു ഫോം അവിടെ വന്നിറങ്ങിയ സമയത്ത് ഒരു ഫോം നൽകി
അപ്പോൾ ഈ ഒരു ബോർഡിംഗ് പാസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം നമ്മൾ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പേഴ്സണൽ ഇൻഫർമേഷനാണ്. ആദ്യം നെയിം ഓഫ് ദ പാസഞ്ചർ, യാത്രക്കാരൻ്റെ പേര്, ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ, വന്ന ദിവസം, പോർട്ട് ഓഫ് ഒറിജിൻ ജേർണി, എവിടുന്നാണ് യാത്ര ചെയ്തത്, എവിടുന്നാണ് സ്റ്റാർട്ടിങ്, പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ, എങ്ങോട്ടേക്കാണ് പോകുന്നത് തുടങ്ങിയ വിവരങ്ങൾ പേഴ്സണൽ ഇൻഫർമേഷനിൽ. കോൺടാക്റ്റ് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്, അവിടെ ഈ വ്യക്തിയുടെ അഡ്രസ്സാണ്. ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ്, തഹസിൽ, ഡിസ്ട്രിക്റ്റ് ഓർ സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, റെസിഡൻസ് നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ, ഏകദേശം ഒരു മാസത്തിനുള്ളിൽ വിസിറ്റ് ചെയ്ത മറ്റ് രാജ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേര്, അതുപോലെ ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് ഉള്ള കോളങ്ങൾ ടിക്ക് ചെയ്യുക. അപ്പോൾ ഫീവർ, പനി, കഫ്, ചുമ, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന കോളം ടിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ അറിയുന്ന കാര്യങ്ങൾ, പേഴ്സണൽ ഇൻഫർമേഷനിൽ വരുന്ന പേര് നമുക്കറിയാം. ഫ്ലൈറ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, AB 123, സീറ്റ് നമ്പർ 123A, ഡേറ്റ് ഓഫ് അറൈവൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒറിജിൻ, യാത്ര ആരംഭിച്ചത് ദുബായിൽ നിന്നാണ്, ഡെസ്റ്റിനേഷൻ കൊച്ചിയാണ്. മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കൊടുക്കാം. ഹൗസ് നമ്പർ, നിങ്ങളുടെ ഹൗസ് നമ്പർ കൊടുക്കുക, സ്ട്രീറ്റിൻ്റെ പേര് അത് കൊടുക്കുക, വില്ലേജ്, തഹസിൽ അല്ലെ താലൂക്ക് ഏതാണ് അത് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ്, കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഇതുപോലെ കൊടുക്കുക. അതുപോലെ ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് വിസിറ്റഡ്, ഏതെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായ കോളങ്ങളിൽ ടിക്ക് മാർക്ക് ഇടുകയും ചെയ്യുക. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി കൂടി ബാക്കിയുണ്ട്. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളിലെ ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ വാക്കുകൾ നാമവിശേഷണം അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് വിഭാഗത്തിൽപ്പെടുന്ന വാക്കുകളാണ്. അതായത് ഓരോ സ്ഥലങ്ങളെയോ വ്യക്തികളെയോ വസ്തുക്കളെയോ വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നാമവിശേഷണങ്ങൾ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ക്വയറ്റ്, ബസി, പീസ്ഫുൾ, നോയ്സി, ഗ്രീൻ, സേഫ്, ഡേഞ്ചറസ്, ക്രൗഡഡ്, എംറ്റി, കളർഫുൾ, ലൈവ്ലി, ബ്രെത്ത് ടേക്കിംഗ്, പീസ്ഫുൾ, ബസ്റ്റ്ലിംഗ്, വൈബ്രൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നിങ്ങൾ സന്ദർശിച്ച ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അത് കൊടുക്കാം. ഐ റീസെൻ്റ്ലി വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ വില്ലേജ്. അപ്പോൾ രണ്ട് അഡ്ജക്റ്റീവ് നമ്മൾ അവിടെ ഉപയോഗിച്ചു, ബ്യൂട്ടിഫുൾ അതുപോലെ പീസ്ഫുൾ. സറൗണ്ടഡ് ബൈ ഗ്രീൻ ഹിൽസ്, ദ സീനറി വാസ് ബ്രെത്ത് ടേക്കിംഗ്. മനോഹരമായ സീനറി ആയിരുന്നു അവിടെ. വിത്ത് റോളിംഗ് ഗ്രീൻ ഹിൽസ് സ്ട്രെച്ചിങ് ഫാർ ആൻഡ് വൈഡ്, അൺലൈക്ക് ദ നോയ്സി ആൻഡ് ക്രൗഡഡ് സിറ്റി ഐ എം യൂസ്ഡ് ടു. അപ്പോൾ എനിക്ക് പരിചയമുള്ള സിറ്റി ലൈഫിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഇവിടെ. സിറ്റിയിലാണെങ്കിൽ എപ്പോഴും ശബ്ദവും അല്ലേ ആളുകളുടെ തിരക്കും ഒക്കെ ആയിരിക്കും, പക്ഷെ വില്ലേജിൽ അങ്ങനെയല്ല. അപ്പോൾ നോയ്സി എന്നുള്ളതും ക്രൗഡഡ് എന്നുള്ള രണ്ട് അഡ്ജക്റ്റീവ്സ് നമ്മളിവിടെ യൂസ് ചെയ്തു. ദ വില്ലേജ് വാസ് ക്വയറ്റ് ആൻഡ് പ്രെറ്റി വിത്ത് കളർഫുൾ കോട്ടേജസ് ഇൻ ബ്ലൂ, യെല്ലോ ആൻഡ് റെഡ്. ദ പീസ്ഫുൾനെസ് ഓഫ് ദ വില്ലേജ് സ്റ്റുഡ് ഔട്ട്. അപ്പോൾ വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് ഈ ഗ്രാമം. വിത്ത് ഓൺലി ദ സൗണ്ട്സ് ഓഫ് ബേർഡ്സ് ബ്രേക്കിംഗ് ദ സൈലൻസ്. ചിലപ്പോഴൊക്കെ പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. ഇറ്റ് ഫെൽറ്റ് സേഫ് ആൻഡ് വെൽക്കമിങ് അൺലൈക്ക് ദ ഡേഞ്ചറസ് ആൻഡ് കയോട്ടിക് സിറ്റി. ഇപ്പോൾ സിറ്റി പോലെയല്ല, നമ്മളെ സ്വാഗതം ചെയ്യുന്ന ശാന്തമായ ഒരു പ്രദേശമാണ് ഈ ഒരു ഗ്രാമം. ഡെസ്പൈറ്റ് ഇറ്റ്സ് കാംനെസ്, ദ വില്ലേജ് വാസ് ലൈവ്ലി ആൻഡ് ബസ്റ്റ്ലിംഗ് ഇൻ ഇറ്റ്സ് ഓൺ വേ വിത്ത് ബിസി മാർക്കറ്റ് ഫുൾ ഓഫ് ഫ്രഷ് പ്രൊഡ്യൂസ് ആൻഡ് സ്പൈസസ്. അപ്പോൾ അവിടെ നല്ലൊരു മാർക്കറ്റുണ്ട്, തിരക്കുള്ള മാർക്കറ്റുണ്ട്. മൈ വിസിറ്റ് വാസ് എ റിഫ്രഷിംഗ് ബ്രേക്ക് ഫ്രം സിറ്റി ലൈഫ്. അപ്പോൾ സിറ്റി ലൈഫിൽ നിന്ന് തൽക്കാലത്തേക്കുള്ള ഒരു ചെറിയ ബ്രേക്കായിരുന്നു ഇത്. വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത് വൈബ്രൻറ്റ് വേ ഓഫ് ലിവിങ്. അപ്പോൾ ഞാനത് ശരിക്ക് എൻജോയ് ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. മറ്റ് യൂണിറ്റുകളുടെ വീഡിയോ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you in the next video.